ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓണം എക്സാമിൻ്റെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടേം 1 ആണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2.25 മണിക്കൂറാണ് എക്സാം എഴുതാനുള്ള സമയം. 30 മാർക്കിൻ്റെ ചോദ്യപേപ്പറാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കാം. നെക്രോൽ ബയാൻ വനുജീബ് ഹസബൽ ഇർഷാദാത്ത്. താഴെയുള്ള ബയാൻ എന്ന് പറഞ്ഞാൽ വിവരണം വായിച്ചു നോക്കുക, എന്നിട്ട് അതിന് താഴെയുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ ബയാൻ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. ഫി ഖദീമി സമാൻ ഇസ്തഖ്ദമുന്നാസു അലാലാത്തിൽ യദവിയ ലിഹാജാത്തിഹിമിൽ യൗമിയ. എന്താ പറയുന്നത്? ഫി ഖദീമി സമാൻ, പണ്ട് കാലത്ത് ഇസ്തഖ്ദമുന്നാസു ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു, ആലാത്തിൽ യദവിയ കൈകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു, ലിഹാജാത്തിഹിം യൗമിയ അവരുടെ ഡെയിലി ആയിട്ടുള്ള ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൈകൊണ്ടായിരുന്നു അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇസ്തഖ്ദമുൽ അൽ അദവാത്തിൽ കഹ്റുബായിയ ഫി അഹദിൽ കഹ്റുബായി മിത്രൽ ലാം ലംബ വൽ മറുബഹ വൽ സല്ലാജ. എന്താ പറയുന്നത്? ഇസ്തഹദമു അവർ അദവാത്തിൽ കഹ്റുബായിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫി അഹദിൽ കഹ്റുബായി ആ ഒരു കറണ്ട് ഒക്കെ കിട്ടിയ ആ ഒരു സമയങ്ങളിൽ മിസില ഏതൊക്കെയാണ്? അത് ലംബ എന്ന് പറഞ്ഞാൽ ലാമ്പ്, അതുപോലെ തന്നെ മിർവഹ എന്ന് പറഞ്ഞാൽ ഫാനുകൾ, സല്ലാജ ഫ്രിഡ്ജുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ലഹറൽ ഹാസൂബു ഫി മുൻതസഫി കർണിൽ ഇഷ്രീൻ, അതുപോലെ 20ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയപ്പോഴേക്കും എന്താണ് കമ്പ്യൂട്ടറുകളൊക്കെ നിലവിൽ വന്നു. ഇഹ്തിറായിൽ ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തം സാധന അല തവാസുലിൽ ബിസുറ, പെട്ടെന്ന് തന്നെ ആളുകൾക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറാൻ സഹായിച്ചു എന്നാണ് പറയുന്നത്. ബിസുറ വളരെ പെട്ടെന്ന് തന്നെ. ലഹറൽ ഹാത്തിഫി ദക്കി, അതുപോലെ സ്മാർട്ട് ഫോണുകളുടെ ഉത്ഭവം ഫി കർണി ഹാദി ഇഷ്രീൻ, എന്താണ് 21ാം നൂറ്റാണ്ടിൽ ആയിരുന്നു. യുമക്കിനിൽ ഇത്തിസാൽ, അതോടുകൂടി എന്തുണ്ടായി? ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഒക്കെ വളരെ ഈസിയായി. തസറുഫാത്തി ബില്ലം സി വാഹിദ, ഒരു ക്ലിക്കോട് കൂടി ലോകം തന്നെ നമ്മുടെ കൈകളുടെ ഉള്ളിലായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയുമാണ് തന്നിട്ടുള്ള ഈ ബയാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കൈഫ യുസായിദുൽ ഹാത്തിഫി ദക്കിയൽ ഇൻസാൻ, എങ്ങനെയായിരുന്നു ജനങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ കണ്ടുപിടുത്തം എത്രത്തോളമാണ് സഹായകമായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതാം നമുക്ക്? യുമക്കിനുൽ ഇത്തിസാലു തസറുഫാത്ത് ബിൽ ലംസി വാഹിദ, എന്താണ് പറയുക, ഒരു വിരൽ തുമ്പിൽ നമുക്കെല്ലാം ലോകം തന്നെ നമ്മുടെ കൈയിൻ്റെ ഉള്ളിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയില്ല. അപ്പോൾ ഇത് ഒന്നാമത്തെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാം. ഇനി ഇഖ്തറ ഷാദ്, ഇതിൽ നിന്നും ഒറ്റപ്പെട്ടത് കണ്ടെത്താം. മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്നും ഒന്ന് ലംബ എന്ന് പറഞ്ഞാൽ ലാമ്പ്, മിർവഹ ഫാന്, സല്ലാജ ഫ്രിഡ്ജ്, മിഹ്റാത്ത് എന്ന് പറഞ്ഞാൽ കലപ്പ. ഇതിലേതാണ് ഒറ്റപ്പെട്ടിട്ടുള്ളത്? മിഹ്റാത്താണ് അല്ലേ. മിഹ്റാസ് എന്ന് പറഞ്ഞാൽ കലപ്പയാണ്. അപ്പോൾ അത് മാത്രമാണ് അവിടെ ഒറ്റപ്പെട്ടിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, നുക്കമ്മിലുൽ ജുംല, ഈ ജുംല കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇഹ്തിറാവു, എന്താണ്? കണ്ടുപിടുത്തം സഹായിച്ചു. സാധന സഹായിച്ചോല തവാസുൽ ബിസുറ, പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറാൻ സഹായിച്ചു. അപ്പോൾ എന്തിൻ്റെ കണ്ടുപിടുത്തമാണെന്നാണ് പറയുന്നത്? ഇഖ്തിറാഉൽ ഇൻ്റർനെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എന്നുള്ളത് വരും. അപ്പോൾ ഇതാണ് ഇതിൽ നിന്നും എടുത്തെഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ ഒന്നും കൂടെ ഉണ്ട്, എന്താണെന്ന് നോക്കാം. നസിരു ബൈനൽ ഉമൂദൈൻ, എന്താണ്? മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാസൂബ കമ്പ്യൂട്ടർ, ഹാത്തിഫു ദക്കിയ സ്മാർട്ട് ഫോൺ, ഖദീമു സമാൻ പഴയ കാലത്ത്, കർണു ഹാദി വൈശ്രീൻ, എന്താണ് 21ാം നൂറ്റാണ്ടിലെ, മുന്തസിഫു കർണിൽ ഇഷ്രീൻ 20ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ. ഇതിലേതാണ് ഹാസൂബുമായിട്ട് ബന്ധപ്പെട്ടത്? എന്താ പറഞ്ഞിട്ടുള്ളത്? ഫി മിൻതസഫി കർണി ഇഷ്രീൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഹാത്തിഫു ദക്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കർണി ഹാദി വൈശ്രീൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. നെക്രോൽ ഹിക്കായ വനുക്കമ്മിലുൽ ഹിവാർ, എന്താണ്? ഇവിടെ ഒരു ഹിക്കായ കൊടുത്തിട്ടുണ്ട്, ഒരു വിവരണം പോലെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് ആ താഴെയുള്ള സംഭാഷണം പൂർത്തിയാക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വായിച്ചു നോക്കാം. സാറ ഹിലാൽ വ ഉസ്രത്തുഹു മദീനത്തു ഹൈദരാബാദ്, ഹിലാലിൻ്റെ കുടുംബം ഹൈദരാബാദ് പട്ടണം വിസിറ്റ് ചെയ്തു. ഷാഹദ ഫിഹ ചാർമിനാർ വ മസ്ജിദ് മക്ക വ ഐർഹ. അപ്പോൾ എന്താണ്? അവർ ചാർമിനാറും അതുപോലെ തന്നെ മസ്ജിദും മക്കയൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ബദർ റുജോയി ലക്കിയ സ്വദീഖുഹു നജീബൻ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതൊക്കെ മടങ്ങി വന്നതിന് ശേഷം കൂട്ടുകാരനായ നജീബിനെ കാണുകയാണ്.
ഫജറ ബൈനഹുമാ ഹിവാർ. അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു ഹിവാർ നടക്കും അല്ല, ആ ഹിവാറാണ് താഴെയുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് എഴുതി കൊടുക്കാൻ ഉള്ളത്. ഇതിൽ എന്തൊക്കെയാണ് മിസ്സായിട്ടുള്ളത് നമുക്ക് എഴുതി കൊടുക്കാം. ആദ്യം തന്നെ നജീബ് പറയുന്നുണ്ട് അസ്സലാമു അലൈക്കും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, വ അലൈക്കും മുസ്സലാം എന്നുള്ളത് വരും. വ അലൈക്കും മുസ്സലാം. ഇനി അയിന കുന്തു ഫി ഉസ്ബോയ് മാലി, കഴിഞ്ഞ ആഴ്ച നീ എവിടെയായിരുന്നു? സാഫർത്തു, ഞാൻ പോയി. എങ്ങോട്ടാ പോയത്? ഇല, എന്തെഴുതി കൊടുക്കുക, ഇല, ഞാൻ പോയി. എവിടേക്കാണ്? ഹൈദരാബാദാണ് അല്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കുക, ഹൈദരാബാദ്. ഇനി നജീബ് പറയുന്നുണ്ട് മാഹിയൽ വിജഹാത്തു സിയാഹിയ ഫി ഹൈദരാബാദ്, എന്തൊക്കെയാണ് ഹൈദരാബാദിൽ കാണാനുള്ളത്, എന്തൊക്കെയാണ് നീ കണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ത് എഴുതാം? ചാർ മിനാർ വ മസ്ജിദ് മക്ക എന്നുള്ളത് ഇവിടെ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് അയ്യു വജുബത്തിൻ അഹബ ഇലേക്ക് ഫിഹ, നിനക്ക് അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതാ പറയുന്നത്? ഹൈദരാബാദ് ബിരിയാണിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഹിലാൽ പറയുന്നുണ്ട് ഹൈദരാബാദ് ബിരിയാണിയാണെന്ന്. നജീബ് എന്തോ ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഹിലാൽ ഉത്തരം പറയുന്നത് കാനത്തി രഹിലത്ത് മുരീഹ, എന്താണ് വളരെ റിലാക്സ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നജീബ് എന്താ ചോദിച്ചിട്ടുണ്ടാവുക, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എന്നാണ് അല്ലേ. അപ്പോൾ എങ്ങനെയെന്നുള്ളത് നമ്മൾ ഏതാ പറയുക? കൈഫ എന്നുള്ളതാണ് ഉപയോഗിക്കുക. അപ്പോൾ കൈഫ കാനത്തി രഹില എന്നുള്ളത് ചോദിക്കുക. കൈഫ കാനത്തി രഹില, എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ യാത്ര? ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കാനത്തി രഹില എന്നത് എടുത്ത് എഴുതിയാൽ മാത്രം മതി. നജീബ് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ് സഅസൂറു ഹൈദരാബാദ്, ഞാനും ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പറയാം? ഇൻഷാ അല്ലാഹ് എന്നുള്ളത് ഇവിടെയും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ എന്നുള്ളത് വാങ്ങി വഫഖ് അല്ലാഹ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഇതിലെ ഓർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദ്യം വന്നിട്ടുള്ളത്? നെക്രോയിൽ ഹിക്കായ വനോ ഇതിൽ മുക്കാലമത്തി ടെലിഫോണിയ, എന്താണ് ഇവിടെ ഹിക്കായ തന്നിട്ടുള്ളത് വായിക്കാം. എന്നിട്ടൊരു ടെലിഫോണിക് കോൺവെർസേഷനാണ് നമ്മുടെ അടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ തന്നിട്ടുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. എന്താണ്? ഷാറക്ക തെമീം ഫി മുസാബക്കത്തിൽ മുസാ അല, എന്താണ് തെമീം ഒരു നമ്മുടെ പങ്ക്ച്വാലിറ്റി ഒക്കെ നോക്കുന്ന ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ബദഅത്തിൽ മുസാഅലത്തു ഫി സാഅത്തി ആഷർ, സാദി ആഷ 10 മണിക്കായിരുന്നു ആ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നാല തമീം ബി ദർജത്തിൽ ഊല ഫി മുസാബക്കത്തിൽ മുസാല, അപ്പോൾ ഈ ഒരു പരിപാടിയിൽ 1ാം സ്ഥാനം നമ്മൾ ആർക്ക് കിട്ടി? തെമീമിന് കിട്ടി. സ്വാറ ഫരിഹം വാത്തസല ബി അബീഹി ഫി ലണ്ടൻ, അപ്പോൾ ലണ്ടനിലുള്ള ഉപ്പാനെ വിളിച്ച് സംസാരിക്കുകയാണ്, ആ സന്തോഷം പങ്കിടുകയാണ്. അപ്പോൾ നെത്തഹയ്യൽ മുക്കാലമ ബൈനൽ വാലിദ് തെമീമിനോയിദ്ദു, അപ്പോൾ വാലിദ് ഉപ്പയും അതുപോലെ തെമീമും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാലിദ് എന്ത് പറയും? ഹലോ അസ്സലാമു അലൈക്കും എന്ന് പറയും അല്ലേ. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ തെമീം എന്ത് പറയും? വ അലൈക്കും മുസ്സലാം എന്ന് പറയും. വ അലൈക്കും മുസ്സലാം. പിന്നെ എന്ത് ചോദിക്കും? പിന്നെ വാലിദ് ചോദിക്കുകയാണ് കൈഫൽ ഹാൽ യാ ഇബിനി എന്ന് ചോദിക്കും, അല്ലെങ്കിൽ യാ തെമീം എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് പറയും? തെമീം പറയും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പിന്നെന്ത് പറയും? നാല എന്നുള്ളത് നാലത്തു എന്നായിട്ട് മാറും. എനിക്ക് കിട്ടി നാലത്തു, എന്ത് കിട്ടി? അദ്ദറജത്തുലൂല ബി മുസാബക്കത്തി ഇത് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇത് ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഉപ്പ എന്ത് പറയും? അപ്പോൾ വാലിദ് പറയുന്നത് അൽഹംദുലില്ലാ ജസാക്കല്ലാ ഹൈർ. ഓക്കെ, ജസാക്കല്ലാ ഹൈർ എന്ന് എഴുതി കൊടുക്കും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തത് നെക്രോൽ മന്ദൂമ മനുജീബു ഹസബൽ ഇർഷാദാത്ത്, എന്താണ്? താഴെയുള്ള മന്ദൂമ വായിക്കുക, അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. കഫാബിൽ ഇൽമി ഫിൽ ദുലുമാത്തി നൂറൻ യുബയ്യിനു ഫിൽ ഹയാത്തി ലന ഉമൂറൻ തസീദു ബിഹി അൽ ഉക്കൂലു ഹുദൻ വ റുഷ്ദൻ വ തസ്തഅലി അൻ നുഫൂസു ബിഹി ശുഊറൻ അബ്നാ അൽ മദാരിസി ഇന്നൻ നഫ്സി തുഅമ്മിലു ഫീക്കുമുൽ അംലൽ കബീറ സതക്സിബുൽ ബിലാദു ബിക്കും ഉലൂവൻ ഇദാ വജദത്ത് ലഹാമിൻകും നസീറൻ. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം, അതിനുശേഷം നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നെക്തഷിഫോ നെക്തുബ് സുത്തൂറ മുവാഫഖത്തി തിസ്തിഹാത്ത്, താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് അനുയോജ്യമായിട്ടുള്ള വരി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് കൊടുത്തിട്ടുള്ളത് എസ്ദാദു ഹുദം വ റുഷ്ദു ബിൽ ഇൽമി വയർത്തഖി
വയർത്തക്കി ഷൂറുൻ നഫ്സി ബിഹി എന്താണ് നമുക്ക് ഇൽമെന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഫീലിങ്സും ഒക്കെ ഇതാക്കാനുള്ള ഒരു സംഭവം തന്നെയാണ് എന്ത് പറയുന്നത്, ഇൽമ് എന്ന് പറയുന്നത്, അല്ലെ, അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വരി എന്ന് പറയുന്നത് ഈ വരിയാണ് ഒന്നാമത്തെ ഉത്തരമായിട്ട് വരിക. തസീദു ബിഹിൽ ഒക്കോലു ഹുദം വറുഷ്ദൻ നമ്മുടെ ബുദ്ധിക്ക് നല്ല വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും അതിനെയൊക്കെ ബുദ്ധിയെ ഒന്നുകൂടെ ഊർജ്ജസ്വലമാക്കുകയൊക്കെ ചെയ്യും. ബത്തസ്തായിലിൻ നുഫൂസു ബിഹി ഷൂറൻ അതുപോലെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ശരീരത്തിനെയൊക്കെ ഒന്നും കൂടെ മേന്മയുള്ളതാക്കും. അടുത്തത് അദ്ദാരിസൂനഹും അസബബുൽ ഉലുബിൽ ബിലാദി വനസ്രിഹ നല്ല വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നല്ല അറിവുള്ളവർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ ഒരു അസറ്റാണല്ലേ. അത് പറയുന്ന വരി ഏതാണ് കൂട്ടുകാരെ? സതക്സിബുൽ ബിലാദു ബിക്കും ഉലൂവൻ ഇദാ വജദത്ത് ബിലഹാ മിൻകും നസീറൻ എന്ന് പറയുന്ന ഈ വരിയാണ് ബാഇൻ്റെ ഉത്തരം. ഇനി അടുത്തത് നെഹ്താറു മിനൽ മന്ദൂമ അൽ കലിമാത്തിൽ മുത്തനായിമ. ഇവിടെ റൈമിയും സ്കീം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് തന്നിട്ടുണ്ട് നൂറൻ, പിന്നെ ഏത് വരും? നൂറൻ റുഷ്ദൻ എന്നുള്ളത് ഇവിടെ എന്ത് എഴുതാ? റുഷ്ദൻ എന്നുള്ളത് എഴുതി കൊടുക്കുക, റുഷ്ദൻ. അതുപോലെ അൽ ഉമൂർ, ഉമൂർ എന്നുള്ളത് ഒരു റൈമിംഗ് വേർഡാണ്. ഷുഊർ എന്നുള്ളത് വരും, ഷുഊർ, കബീർ, പിന്നെ നസീർ. ഇതൊക്കെ എഴുതാം, ഇതിലേതെങ്കിലും 4 എഴുതിയാൽ മതി. ഇനി ഇതിന് താഴെയുള്ള അടുത്ത ചോദ്യം, മാതാ യുബയ്യനുൽ ഉമൂർ ഫിൽ ഹയാത്ത് എന്താണ് ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതെന്നാ പറയുന്നത്? ഇൽമാണ് അല്ലേ. അപ്പം എന്താ പറയുന്നത്? അൽ ഇൽം എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നുജീബുൽ ഹസ്ബൽ ഇർഷാദാത്ത് ഇവിടെ എന്താണ്? കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബയാനിനോ ഐദുൽ ബയാൻ അനിൽ മഷഹദത്തി മുസാദത്തിനൊക്കാത്ത ഇവിടെ തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരു ബയാൻ, ഒരു വിവരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണ് നമുക്ക് മനസ്സിലായല്ലേ? എന്താണ്? മനാറത്തുൽ കുത്തുബാണ്, കുത്തുബ് മിനാറാണ് തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് മനാറത്തുൽ കുത്തുബ് ഫി ദൽഹി ബന കുത്തുബുദ്ദീൻ ഐബക്ക് ഫി ഏത് വർഷമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ മനാറത്ത് എന്നുള്ളത് എന്താണ്? ഒരു മുഅന്നസ് ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കാം? ഹാദി മനാറത്തുൽ കുത്തുബ്. ഇതെവിടെയാണ്? ഇത് ഡൽഹിയിലാണ്. അപ്പോൾ എന്ത് എഴുതി കൊടുക്കാം? തഖഉ ഫി ദൽഹി. ബന എന്നുള്ളത് എന്തായിട്ട് മാറും? ബനാഹ എന്നായിട്ട് മാറും. അത് നിർമ്മിച്ചിട്ടുള്ളത് കുത്തുബുദ്ദീൻ ഐബക്ക് ഫി 1200 മീലാദിയ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇത്ര മാത്രം എഴുതിയാൽ മതി. അതുപോലെ മനാറത്തുൽ കുത്തുബ് എന്നുള്ളത് നിങ്ങൾ ഹെഡിങ് ആയിട്ടൊന്ന് കൊടുക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഇഹ്തറ സ്വഹീഹ് മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്നും ശരിയായിട്ട് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിനൽ അജായിബിൽ ആലമീയ എന്താണ്? ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ്. നെഹ്റു നെയിൽ എന്താണ്? നെയിൽ നദിയാണോ? അൽ അഹ്റാം പറഞ്ഞ എന്താണ്? പിരമിഡ്. ഓക്കെ, പിരമിഡാണോ? അതുപോലെ മത്ഹഫ് മിസർ, മിസറിലെ മ്യൂസിയമാണോ? ഇതാണ് ശരിയായിട്ടുള്ളത്. അൽ അഹ്റാം ആണ് കേട്ടോ. പിരമിഡാണ് ലോകാത്ഭുതങ്ങളിൽ പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നുക്കമ്മിൽ ഇസ്തിമാറത്ത് തസ്ജീൽ റഖമി എന്താണ്? ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാനാണ്. തെജിരി മുസാബക്കത്തുൽ ഖുത്തുബത്തി ബി മുനാസിബി യോമിൽ ആലമി അല്ലുൽ അറബിയ തഹ്ത ഇഷ്റാഫിൻ നാദി അൽ അറബി. അറബി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു സ്പീച്ച്, ഒരു ഖുത്തുബ പ്രോഗ്രാം നടക്കുകയാണ്. അതിൻ്റെ രജിസ്ട്രേഷന് തയ്യാറെടുക്കാൻ നുക്കമ്മിൽ ഇസ്തിമാറത്ത് തസ്ജീൽ. അപ്പോൾ അതിന് എന്ത് വേണം? രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് എഴുതി കൊടുക്കുക. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ പേര്, നിങ്ങളുടെ ഫുൾ നെയിമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇസ്മുൽ മദ്രസ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതി കൊടുക്കുക. ഓക്കെ, സ്കൂൾ നെയിം. ജിൻസി എന്ന് പറഞ്ഞതാണ് നമ്മുടെ ജെൻഡറാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നുകിൽ മുദക്കർ അല്ലെങ്കിൽ മുഅന്നസ് എന്നുള്ളത് വരും, അല്ലെങ്കിൽ ഉൻസ എന്നുള്ളത് എഴുതിയാലും മതി. ഇനി സഫ് ഏത് ക്ലാസ് ആണെങ്കിൽ അത് എഴുതി കൊടുക്കുക. നിങ്ങളുടെ താരീഖുൽ വിലാദ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, DOP ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കൊടുക്കുക. ഉൻവാൻ എന്താണ്? അഡ്രസ്സാണ് എഴുതേണ്ടത്. റഖ്മു തവാസിൽ കോൺടാക്റ്റ് നമ്പറാണ് എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് അവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുക. ഇനി അടുത്തത് നോയിദുൽ ഇലാൻ ഒരു പരസ്യമാണ് അടുത്തതായിട്ടുള്ളത്. തെജ്രി മുസാബക്കത്തുൽ ഇർദാദി അലമുൽ ഹിന്ദ് പതാക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രോഗ്രാം നടക്കുകയാണ്. തഹ്തൽ ഇഷ്റാഫിൽ മക്തബത്തിൽ കറിയ പി മുനാസബത്ത് യോമുൽ ഇസ്തിഖ്ലാൽ എന്താണ്? സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലാണ് ഈ ഒരു പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നത്. ഫറിജാവ് മിനൽ മുഷാരിക്കേൻ തസ്ജീലുൽ കബില ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 10 മുന്നെയാണ്. നോയിദുൽ ഇലാൻ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? നമ്മളൊരു ഇലാൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇലാനിലുള്ളത് എന്നുള്ളത്. അതിനനുസരിച്ച് വേണം നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ,
ഇനി ആദ്യം നോക്കൂ, തെസുറു സന്തോഷം അറിയിക്കുകയാണ്. ആർക്കാണ് സന്തോഷം? ആരാണ് അറിയിക്കുന്നത്? മക്തബത്തിൽ കറിയ അല്ലേ. അപ്പോൾ എന്താണ് മക്തബത്തിൽ കറിയ എന്നുള്ളതാണ് ഇവിടെ ഒന്നാമതായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ബിൽ ഇലാൻ, ഒരു പരിപാടി നടത്തുകയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? ബിൽ ഇലാനി മുസാബക്കത്തിൽ ഇഅദാദ് അല്ലേ, ഇതാണ് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്? അടുത്തത് ബിമുനാസബത്തി, എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടത്തുന്നത്? ബിമുനാസബത്തി യൗമുൽ ഇസ്തിക്ലാൽ. ഓക്കെ, അപ്പോൾ യൗമുൽ ഇസ്തിക്ലാൽ ഇവിടെയും എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നാമത്തെ ഉത്തരം, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തെ ഉത്തരമായിട്ട് വരും. ഇനി അടുത്തത് ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇതിന് താഴെ പറയുന്നുണ്ട് താരീഖു നിഹായത്ത് തസ്ജീൽ, എന്നാണിത് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓഗസ്റ്റ് 10 അല്ലേ, 10 മുന്നേ ആണ്. അപ്പോൾ അത് ഇവിടെയും എഴുതി കൊടുക്കുക. ഓക്കെ, നാലാമതായിട്ട് എഴുതി കൊടുക്കുക. താരീഖുൽ ബർനാമജ്, എന്നാണ് പരിപാടി നടക്കുന്നത്? ഓഗസ്റ്റ് 15 അല്ലേ. ബിമുനാസബത്തിൽ ഇസ്തിക്ലാൽ, അപ്പോൾ ഓഗസ്റ്റ് 15 അപ്പോൾ ഓഗസ്റ്റ് 15 എന്നുള്ളത് അഗസ്തസ് എന്നുള്ളതും ഇവിടെ എഴുതി കൊടുക്കുക. ഇത്രയും മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഹിക്കായ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതാം. ഇനി അടുത്തതെന്ന് പറയുന്നത് നുജീബ് ഹസ്ബിൽ ഇർഷാദാത്ത്, എന്താണ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ആൻസർ എഴുതാനാണ് പറയുന്നത്. നെക്രോൽ മുദക്കിറ ഡിഹിലത്തി നുഹബിലുഹ ഇല മുദക്കിറത്തിക്ക, ഈ മുദക്കിറ വായിക്കുക, ഈ ഒരു പാരഗ്രാഫ് വായിച്ചത് നിങ്ങളുടെ പാരഗ്രാഫ് ആക്കിയിട്ട് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വസല അൻവർ ഫി മഹത്വത്തിൽ കിത്താരി ബാക്കിറൻ, എന്താണ് നേരത്തെ തന്നെ അൻവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. റക്കിബ കിത്താർ, അവന് ട്രെയിനിൽ കയറി. ബനസല ഫി മഹത്വത്തിൽ തിരുവാന്ത്രം, അവൻ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. ദഹബ ഇല സാഹിലിൽ ബഹ്റ, അവന് നേരെ പോയത് ബീച്ചിലേക്കാണ്. ബലായിബ വിത്തായിരത്തിൽ വറക്കിയ, അഥവാ ഈ പട്ടം കൊണ്ട് അവൻ ഒരുപാട് നേരം കളിച്ചു. വസബഹ ഫിൽ ബഹർ, അതിനുശേഷം കടലിൽ നീന്തൊക്കെ ചെയ്തു. മസാൻ റജ ഇല ബൈത്തി മസ്റൂർ, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വൈകിട്ട് തിരിച്ചു പോന്നു. ഇത് അൻവർ ചെയ്ത കാര്യമാണ്. നമ്മൾ ചെയ്തതാക്കുമ്പോൾ എന്ത് വരണം? വസല എന്നുള്ളത് വസൽത്തു എന്നായിട്ട് മാറും. അതുപോലെ അടുത്ത വെർബ് ഏതാണ്? റക്കിബ എന്നുള്ളത് എന്തായിട്ട് മാറും? റക്കിബ്തു എന്നായിട്ട് മാറും. ഓക്കെ, റക്കിബ്തു. നസല എന്നുള്ളത് നസൽത്തു എന്നായിട്ട് മാറും. നസൽത്തു. ഇനി ദഹബ എന്നുള്ളത് ദഹബ്തു എന്നായിട്ട് മാറും. ദഹബ്തു. പിന്നെ ഏതാണ്? ലൈബ എന്നുള്ളത് ലൈബ്തു എന്നായിട്ട് മാറും. പിന്നെ സബഹ എന്നുള്ളത് സബഹ്തു എന്നായിട്ട് മാറും. സബഹ്തു. റജ എന്നുള്ളത് റജഅത്തു. ഇത്രയും മാറ്റങ്ങളോടുകൂടി ഈ പാരഗ്രാഫ് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആണ്. നെസ്ലു ബൈനൽ അമൂദൈൻ, എന്താണ് ഈ ഒരു മാച്ച് ചെയ്യാനാണ് പറയുന്നത്. തിഫ്ല് കുട്ടികൾ, കാറത്തു ആസിയ ഏഷ്യയുടെ ഭാഗം, ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ്, അൽ അത്തിബാ ഡോക്ടർമാർ. ഇവിടെ ഹിന്ദ് എഫ്ഹസൂനൽ മറല്ല, രോഗികളെ പരിശോധിക്കുക. എൽ അബുൽ ലോബ, കളിക്കുന്ന സാധനങ്ങൾ കൊണ്ട് കളിക്കുക. ഫിസ്വബ, രാവിലെ. അപ്പോൾ ഇത് ഓരോന്നും നമുക്കൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക അല്ലേ. തിഫ്ലുമായി ബന്ധപ്പെട്ടത് ഏതാണ്? എൽ അബുൽ ലോബ എന്നുള്ളതാണ്, കളിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ടോയ്സ് കൊണ്ട് കളിക്കുക. കാറത്തും ആസിയ ആയതാണ് ഏഷ്യയുടെ ഭാഗം, ഹിന്ദാണ്. ഫത്തൂർ എന്ന് പറയുന്നത് ഫിസ്വബ, രാവിലെയാണ്. അത്തിബ എന്ന് പറയുന്നത് എഫ്ഹസൂനൽ മറല്ല, രോഗികളെ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ചോദ്യവും ഉത്തരവും നമ്മൾ നോക്കിയപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.